എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്റെ ഗ്യാരേജിന്റെ അവിടെ പ്രശ്നം ഉണ്ടാക്കാനായി വന്ന സാങ്ങിനെ മൈൻഡ് ആക്കാതെ വിടാനായി ജിൻ നോക്കുന്നുണ്ടെങ്കിലും ജിൻ കാരണം സ്നേക്ക് ഭയങ്കര സങ്കടം. അവളെ സങ്കടപ്പെടുത്തുന്നതിന് ജിന്നിനെ പഞ്ഞിക്കിടുമെന്നും പറഞ്ഞ് സ്നേക്കിയെ കരയിപ്പിക്കാനോ അവളെ സങ്കടപ്പെടുത്താനോ താൻ സമ്മതിക്കില്ല, അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി താനുണ്ടെന്നും പറഞ്ഞ് സാങ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ജിന്നിന്റെ ക്ഷമയുടെ നെല്ലിപ്പലക പോകുന്നുണ്ട്. അവൻ സാങ്ങിന് നല്ല വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നിനക്ക് സംരക്ഷിക്കാനുള്ള പോലെ തന്നെ എനിക്കും ഒരാളെ സംരക്ഷിക്കാനുണ്ട്, വെറുതെ എന്റെ പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോവാനായി പറഞ്ഞു വിടുന്നു. അങ്ങനെ പറഞ്ഞ് ജിൻ പോകുമ്പോൾ ഇവൻ എന്തേ പറഞ്ഞെന്ന് മനസ്സിലാവാതെ സാങ് കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ കാണുന്നത് മൂവിനെയാണ്. അച്ഛന്റെ വീട്ടിലാണല്ലോ. അവിടെ രാവിലെ ഉറക്കമുണ്ടായിരുന്നവൾ ആ ഒരു ഉറക്കപ്പിച്ച നിറഞ്ഞ മുടിയൊക്കെ ഉഴപ്പി വല്ലാണ്ടിരിക്കുന്ന രൂപത്തില് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഗുഡ് മോർണിംഗ് എന്ന് എല്ലാവരോടും പറയുമ്പോഴേക്കും അവിടെ അച്ഛന്റെ അടുത്ത് അനീതി ഇരുന്ന് ലൈറ്റ്നിങ്ങിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പി എങ്ങനെ ഇവിടെ വന്നു, ഇത് ജിന്നിന്റെ അടുത്തല്ലായിരുന്നു എന്ന് അവൾ ആലോചിക്കുമ്പോഴാണ് ജിൻ അവിടെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് അവൾ കാണുന്നത്. അവൾ സമയം ജിന്നിനെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അയ്യോ, എന്നെ ഈ കോലത്തിൽ ജിൻ കണ്ടോന്ന് ആകെ ചമ്മി അവൾ വേഗം അകത്തേക്ക് ഓടി പോകുമ്പോ ചേച്ചിക്ക് ഇത് എന്താ പറ്റിയെന്ന് അനിയത്തിക്കുട്ടി ചോദിക്കുമ്പോ ഉറക്കപ്പിച്ചേ വന്നതല്ലേ, അതുകൊണ്ട് ഓടിപ്പോയതാണെന്ന് അച്ഛനും പറയുന്നു. അങ്ങനെ വേഗം തന്നെ ഒരു എമർജൻസി മേക്ക് ഓവർ ഒക്കെ നടത്തി അവൾ അങ്ങനെ അടിമുടി ഗെറ്റപ്പ് ഒക്കെ മാറ്റി ഭയങ്കര സുന്ദരിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നിരിക്കുന്നുണ്ട്. ഈ ടീം അവളുടെ ഈ ഒരു ഒരുങ്ങിയുള്ള വരവൊക്കെ ജിൻ നന്നായി കണ്ട് ആസ്വദിക്കുന്നുണ്ട് രഹസ്യമായി. അപ്പോഴേക്കും ഡംപ്ലിങ്സ് മൂന്ന് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് റൈസ് കൊണ്ട് ഒരു ഡിഷ് പ്രത്യേകമായി ജിൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് രണ്ടാനമ്മ പറയുമ്പോൾ മൂ പ്രത്യേകമായി അവനോട് താങ്ക്സ് പറയുന്നു. അവനാകട്ടെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇഷ്ടപ്പെട്ടെന്നും പറയുന്നുണ്ട്. തുടർന്ന് അവൻ തന്നെയാണ് കറിയൊക്കെ അവൾക്ക് ഇങ്ങനെ വിളമ്പിയൊക്കെ കൊടുക്കുന്നത്. അവളതൊക്കെ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ പടിക്കെട്ടിന്റെ അവിടെ ഇരുന്ന് ഒന്ന് പുക വലിക്കാനായിട്ടുള്ള ഒരുക്കായിരുന്നു. ഈ ടീം അവിടേക്ക് എത്തുന്ന മൂ ഒറ്റയ്ക്ക് വലിക്കാതെ എനിക്കും കൂടി ഞാനും ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, ചുമയ്ക്കും, ശരിയാവില്ല എന്നല്ല പറയുന്നവൻ. നിനക്ക് ട്രൈ ചെയ്യാനായിട്ട് വേറെ ഒന്നും കിട്ടിയില്ലെന്നും അവളോട് ചോദിച്ച് അതങ്ങ് മാറ്റുന്നുണ്ട്. അല്ല, ഈ കാർ റേസ് ചെയ്യുന്നവരൊക്കെ പുകവലിക്കുമല്ലോ, ആ സ്നേക്കിയും പുകവലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ വലിച്ചാൽ എന്താ കുഴപ്പമെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ അവരെ പോലെ ഒന്നും അല്ല, വ്യത്യാസം ഉണ്ടെന്ന് അവൻ പറയുന്ന ടീം. എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും ഈ ഒരു ആൻസർ ഒന്നും കേട്ടിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് പറ എങ്ങനെയുണ്ട് എന്നെ കാണാനെന്ന് അവൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഞാൻ പറയില്ല എന്ന് പറഞ്ഞവൻ എണ്ണിക്കുമ്പോൾ അങ്ങനെ പറയില്ല, ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സിസ്റ്റർ ആയിരിക്കില്ല എന്നെല്ലാം അവൾ പറയുമ്പോൾ അതും എനിക്ക് ഓക്കെ ആണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ പറയല്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുമ്പിൽ വരുമ്പോൾ അവൻ അവളെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ എന്ത് എക്സൈറ്റിംഗ് ആയ ഒരു ആൻസറാ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ചോദ്യം കേൾക്കുന്ന അവൾക്ക് ഒന്നും മിണ്ടാനായില്ല. അവൾ വേഗം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗാരേജിൽ ജിന്നുള്ളപ്പോൾ അവനൊരു പാഴ്സൽ ഡെലിവർ ആവുന്നുണ്ട്. അത് നോക്കുമ്പോൾ കാറിന് വേണ്ടി 2 പാർട്സ് അവൻ തപ്പിക്കൊണ്ട് നടന്നില്ല, കിട്ടിയിരുന്നില്ലല്ലോ, അതാണ് ആരോ ഇമ്പോർട്ട് ചെയ്ത് അത് അവന് വേണ്ടി അയച്ചിരിക്കുകയാണ്, മറ്റാരും അല്ല ലിൻ തന്നെ. എന്തായാലും അത് മനസ്സിലാക്കുന്ന ജിൻ അത് വാങ്ങാൻ തയ്യാറാവാതെ ഡെലിവറി ബോയോട് ഇത് സെന്ററിന് തന്നെ തിരിച്ചു കൊടുത്തേക്കാനേ പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഇത് ജിൻ തപ്പി നടന്ന പാർട്സ് അല്ലേ, പിന്നെന്താ അത് വേണ്ടെന്ന് വെച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയി ഡെവലപ്പ് ചെയ്ത ആ കോമ്പണൻസ് വെച്ച് ഞാൻ കാർ മോഡിഫൈ ചെയ്തോളാം, അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓക്കെ ആണെന്നൊക്കെ നോക്കാന്ന് പറഞ്ഞു അവൻ അങ്ങനെ സ്വന്തമായി തയ്യാറാക്കിയ പാർട്സ് കൊണ്ട് കാർ ഫിക്സ് ചെയ്ത് അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം കുഴപ്പമില്ലായിരുന്നെങ്കിലും പതിയെ അതിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ ആകെപ്പാടെ പുകയൊക്കെ വന്ന് എഞ്ചിന് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോയി ആകെപ്പാടെ പ്രശ്നമാവുന്നുണ്ട്. സ്വന്തമായി മോഡിഫൈ ചെയ്ത ആ ഒരു പാർട്സ് ഒന്നും ശരിയായില്ല എന്ന് മനസ്സിലാക്കുന്നവൻ അച്ഛനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാന്ന് കരുതുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ ഷോപ്പിലേക്ക് പോയി അവൻ തന്നെ ഫുഡ് ഉണ്ടാക്കി ഫോറിൻ ഡ്രിങ്ക്സും വാങ്ങിച്ച് അച്ഛന് കൊടുത്ത് ഇത് കഴിച്ചു നോക്കുന്നു പറഞ്ഞു അച്ഛന് ആദ്യം അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ. ആദ്യം നീ കാര്യം പറയാന്ന് അവന്റെ സെറ്റപ്പ് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ അവൻ തന്നെ ഡെവലപ്പ് ചെയ്ത പാർട്സ് വെക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടി പ്രശ്നമാവുന്നു, റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അത് കേൾക്കുന്ന അച്ഛൻ ആ ഒരു വാങ്കിൾ എഞ്ചിന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പാർട്സ് തന്നെ വേണം, അതെന്താ മേടിച്ച് വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഗാരേജ് ഓണറല്ലേ അയാള് എനിക്കത് കിട്ടാതിരിക്കാനായി എല്ലാം കളക്ട് ചെയ്ത് വാങ്ങിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക, എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ലായിരുന്നു, ഞാൻ കുറെ അന്വേഷിച്ചു, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ വെച്ചപ്പോൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും നീ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നത് ആ ഒരു എഞ്ചിനെ സൂട്ട് ആവില്ല, അതുകൊണ്ട് എന്തായാലും ഇമ്പോർട്ട് ചെയ്തത് വാങ്ങിച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്ന ടീം. പക്ഷെ അതല്ലാതെ വേറെ ഒരു വഴിയില്ലെന്ന് അവൻ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കണക്ക് അച്ഛനോട് ചോദിക്കുമ്പോൾ ഒരു വഴിയുണ്ട്, പക്ഷെ അതിന് നീ നിന്റെ കാറിൽ AC വെന്റ് മാറ്റേണ്ടി വരും, അതായത് വണ്ടിയുടെ കൂളിംഗ് കപ്പാസിറ്റി കൂടണം, എന്നാലേ നീ വെച്ച പാർട്സ് കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ചൂടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ സാധിക്കും. അതിനായിട്ട് ആ ഒരു AC വെന്റ് മാറ്റി നീ അവിടെ വാട്ടർ സ്പ്രേ കൂളിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യണം, എന്നാലേ എഞ്ചിന്റെ ഹൈ ടെമ്പറേച്ചർ മൂലം റോട്ടേഴ്സും ക്രാങ്കും മെൽറ്റ് ആയി ഫ്യൂസ് ആയി പോകുന്നത് തടയാനേ സാധിക്കും. AC വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു കൂളിംഗ് എഫക്ട് നിനക്ക് അവിടെ കൂട്ടാനേ സാധിക്കും, നീ അങ്ങനെ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതാണ് നല്ല ഓപ്ഷൻ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഈ ടിപ്സ് ഒക്കെ വളരെ ശ്രദ്ധയോടെ ജിൻ കേൾക്കുന്നുണ്ട്. അച്ഛനാകട്ടെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, എന്തായാലും നീ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, നിന്റെ പെർഫോമൻസ് കണ്ട് നിനക്ക് പാർട്സ് കിട്ടരുതെന്ന് ചെയ്ത അയാൾ അന്തം വിട്ടുപോകും, അയാൾക്ക് എന്തായാലും ഇത്രയും വർഷം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇമാതിരി സെറ്റപ്പ് ഒന്നും അറിയാൻ ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ അച്ഛൻ എത്ര ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി നടന്നാലും അച്ഛൻ ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പക്കയാണല്ലോ എന്ന് അത് കേട്ട്
അച്ഛനെ കളിയാക്കുമ്പോ എടാ നോക്കി കണ്ടും കളിയാക്ക്, നീ ഇനി എന്തേലും ഡൗട്ട് ആയിട്ട് എന്റെ അടുത്താ വരേണ്ടത്, അത് മറക്കണ്ടെന്ന് പറഞ്ഞാണ് അവനെ പറഞ്ഞു വിടുന്നത്. പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ അവൻ ഇത് കേട്ട് എണ്ണീറ്റ് പോകാനേ ഇരിക്കുമ്പോ എവിടേക്കാ എന്ന അച്ഛന്റെ ചോദ്യത്തിന് കാർ മോഡിഫൈ ചെയ്യാൻ പോവാണെന്ന് അവൻ പറയുമ്പോ ഓടിത്തുള്ളി അതിന് പോകണ്ട, ഇവിടെ കുറച്ച് ഡെലിവറി ജോലിയുണ്ട്, അതൊക്കെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് അച്ഛൻ പറയുമ്പോ എവിടെ അച്ഛാ ഫുഡ് എന്നിട്ടാ ഞാൻ കൊണ്ടു കൊടുക്കാൻ അവൻ പറയുമ്പോ ആയിട്ടില്ല മോനെ, ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളെന്ന് അച്ഛനും പറയുന്നു. അങ്ങനെ വേഗം തന്നെ അച്ഛൻ ഫുഡൊക്കെ റെഡിയാക്കി അവന്റെ കൊടുക്കുമ്പോ ഇത് കുറെ ഉണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോ ഒരു പാർട്ടി ഓർഡർ കിട്ടിയതാ, നീ വേഗം കൊണ്ടു കൊടുക്കാനേ പറഞ്ഞ് അച്ഛൻ വിടുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു ഫുഡ് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്ത് എത്തുമ്പോ അത് മറ്റാരുടെയും സ്ഥലമല്ല, ലിന്നിന്റെ സ്ഥലമാണ്. ജിന്നിനെ തന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ലിന്നിന്റെ അടവായിരിക്കാം ഈ ഒരു ഓർഡർ. പക്ഷെ അത് ജിന്നിന്റെ മുന്നിൽ കാണിക്കാതെ അവിടുത്തെ ഫുഡൊന്നും കൊള്ളില്ലെന്നറിയാം, എന്നാലും ഇന്നെങ്ങാനും എന്റെ ലക്കി ഡേ ആയിട്ട് എനിക്ക് നല്ല ഫുഡ് കിട്ടിയാലോ എന്ന് കരുതി ഓർഡർ ചെയ്തപ്പോ അത് കൊണ്ടുവന്നതേ നീയാണോ, സർപ്രൈസ്ഡ് ആയി പോയല്ലോ എന്നെല്ലാം ലിൻ പറയുമ്പോ ഈ ഫുഡിന്റെ കാശ് നീ തരണ്ട, നിനക്ക് എന്നോടുള്ള സ്നേഹം ആ പാർട്സ് എനിക്ക് വാങ്ങിച്ചു തരാൻ നോക്കിയപ്പോഴേ മനസ്സിലായി, ആ പാർട്സ് എനിക്ക് വേണ്ട, പിന്നെ നീ കാണിച്ച സ്നേഹത്തിന് ഒരു നന്ദിയായിട്ട് ഇത് എന്റെ വക നിനക്കുള്ള ട്രീറ്റ് എന്ന് പറഞ്ഞ് ആ ഫുഡ് അവിടെ കൊടുത്തിട്ട് പോകാനായി ഒരുങ്ങുന്ന ജിൻ ഒന്ന് തിരിഞ്ഞു നിന്ന് ലിന്നിനോട് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡിന്റെ റിവ്യൂ ഒന്ന് എഴുതി ഇട്ടേക്കണേ എന്നും പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഇത്രയും കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്ന നീ ഇനി റിവ്യൂ ആയിട്ട് ഞാൻ എന്ത് എഴുതിയിട്ടണമെന്നും കൂടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഉറക്കം പറയുമ്പോ അത് നിനക്ക് ഇഷ്ടമുള്ള എഴുതിയിട്ടോളാനേ ജിന്നും പറയുന്നു. ഇവരുടെ ഇങ്ങനത്തെ ഇന്ററാക്ഷൻസ് ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ ജിന്നാകട്ടെ ലിൻ എഴുതിയിട്ട റിവ്യൂ കാണുന്നുണ്ട്. ആ ഫുഡ് വലിയ തരക്കേണ്ടില്ലായിരുന്നു, പക്ഷെ അത് കൊണ്ടുവന്ന ഡെലിവറി മാൻ ഉണ്ടല്ലോ ഡാം ഹോട്ട് ആയിരുന്നു എന്നല്ല അവനിങ്ങനെ റിവ്യൂ എഴുതിയിട്ടിരിക്കുന്നത് കണ്ട് ജിൻ വേഗം തന്നെ ലിന്നിനെ വിളിച്ച് നീ എന്തുവാ എഴുതി വെച്ചിരിക്കുന്നത്, വേഗം അത് ഡിലീറ്റ് ആക്കെന്ന് പറയുമ്പോൾ പറ്റത്തില്ല, നീയല്ലേ എനിക്ക് ഇഷ്ടമുള്ള എഴുതിയിടാൻ പറഞ്ഞേ, എനിക്ക് തോന്നിയത് ഞാൻ എഴുതിയിട്ടെന്ന് പറയുമ്പോൾ നിന്നോട് ഫുഡിന്റെ റിവ്യൂ എഴുതിയിടാനാ പറഞ്ഞ, അല്ലാതെ എന്റെ റിവ്യൂ അല്ലാന്ന് ജിന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എന്ത് ചെയ്താൽ നീ അത് ഡിലീറ്റ് അടിക്കുന്ന ജിൻ ചോദിക്കുമ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസ് വേണം, നീ എനിക്കായിട്ട് കുക്ക് ചെയ്താ ഡിലീറ്റ് അടിക്കാന്ന് പറയുമ്പോൾ ഡിലീറ്റ് അടിക്കാനായി ജിൻ പറയുന്നുണ്ട്. ആദ്യം ഫുഡ് അതിനുശേഷം ഡിലീറ്റ് അടിക്കാന്ന് ലിൻ ഉറപ്പിച്ച് പറയുമ്പോൾ ശരി നാളെ ചൈനീസ് റെസ്റ്റോറന്റിലേക്ക് വരാനായി ജിൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം രാത്രി റെസ്റ്റോറന്റിൽ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാന്നാണ് ജിൻ പറയുന്നത്. ലിൻ അതിന് ഓക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ കാണാവുള്ളൂ എന്ന് പറയുമ്പോൾ ജിന്നിന് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ലിൻ ആവട്ടെ അവനിട്ട് ആ ഒരു റിവ്യൂ പോസ്റ്റിന്റെ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ ആരാണ് ആ ഹോട്ട് ഗായ്, എവിടെ അയാളെ കാണാൻ പറ്റുമല്ലോ, ഫോട്ടോ അയക്കാവോ, ഞാൻ മാൻഷനിലേക്ക് വരാം, അത്ര ഹോട്ടായ ഒരാളെ എനിക്കും കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല കമന്റ്സ് അതിന്റെ അടിയിൽ വന്നിരുന്നു. അതിനൊക്കെ ലിൻ റിപ്ലൈ അയക്കുന്നുണ്ട്, നാളെ ആളെ കാണാൻ പറ്റില്ല, നാളെ നൈറ്റ് ആൾ എന്റെ കൂടെ ആയിരിക്കും. ആക്ച്വലി നൈറ്റ് ഫുഡ് കഴിക്കാനാണ് മീറ്റ് ചെയ്യാന്ന് ജിൻ സമ്മതിച്ചത്, പക്ഷെ ലിൻ ഒരുമാതിരി ജിന്നിനെ ആക്കിക്കൊണ്ടാണ് അവിടെ കമന്റ് ഇടുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും 2 ദിവസമായിട്ട് ജിന്നിനെ കണ്ടില്ലല്ലോ, വീണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തിലേലും അവൻ ചെന്ന് ചാടുവെന്നൊക്കെ അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് വിളിക്കാമെന്ന് കരുതി ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും വേണ്ട, വിളിച്ച് ശല്യപ്പെടുത്തണ്ട, അവനെ ഞാൻ വിശ്വസിക്കണം, അവൻ എന്തായാലും അപകടത്തിൽ ഒന്നും ചാടില്ല, സേഫ് ആയി തിരിച്ചു വരും എന്നൊക്കെ അവളെ തന്നെ സമാധാനിപ്പിക്കുന്നു. ഇതേ ടീം ഒരു റേസിന് വേണ്ടി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. ആ ഒരു റേസിന്റെ പ്രോഗ്രസ് കാണാനായി അവിടെ ലിന്നും ഉണ്ട്. അവൻ ആ റേസിൽ പങ്കെടുക്കാതെ റേസിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടീം ജിൻ ആ റേസിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ലിൻ ഇപ്പോ വളരെ ക്യൂരിയസ് ആയി ഈ ഒരു റേസ് കണ്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൻ പങ്കെടുക്കാത്ത റേസിലൊന്നും അവന് വരേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിൽക്കുന്ന കമന്ററി പറയുന്ന ആളാകട്ടെ ഫസ്റ്റ് പോകുന്നത് ലിയാങ്ങിന്റെ കാറാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ലിൻ വലിയ റേസർ ആയതുകൊണ്ട് തന്നെ അവനോട് അവന്റെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്, ആര് സെക്കൻഡ് വരും എന്നാണ് തോന്നുന്നതെന്ന്. അത് കേൾക്കുന്ന ലിൻ എനിക്ക് ആര് സെക്കൻഡ് വരും എന്നതൊരു വിഷയമേ അല്ല, എന്റെ നോട്ട് എപ്പോഴും ഫസ്റ്റിലെത്തുന്ന ആളിനെ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. പറഞ്ഞ കണക്ക് തന്നെ ഫസ്റ്റ് പോകുന്നത് ലിയാങ്ങിന്റെ കാറാണ്. ജിന്നിന്റെ കാർ ഏതാണ്ട് ഒരു 4th പൊസിഷനിലാണ് ഇപ്പോ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും പതിയെ മുന്നിലുള്ള 2 പേരെ തോൽപ്പിച്ച് സെക്കൻഡ് വരെ ജിൻ എത്തുന്നുണ്ട്. ഇപ്പൊ അവന്റെ കാറിന്റെ മുന്നിലായി ലിയാങ്ങിന്റെ കാർ മാത്രമേ ഉള്ളൂ. ജിന്നിന്റെ കാർ ഇങ്ങനെ തന്നെ ചേസ് ചെയ്ത് വരുന്നത് കാണുന്ന ലിയാങ് ഇവർ ഹെഡ്ഫോൺ വഴി കണക്റ്റഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ജിന്നിനോട് അവന്റെ കാറിന്റെ ഓരോ കുറവുകൾ പറഞ്ഞ് ഈ കാറിന് അത്രയും പവർ എടുത്ത് വരാൻ സാധിക്കില്ല, വെറുതെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒന്നും ഇല്ലാത്ത മോഡിഫൈ ചെയ്ത നിന്റെ കാറും കൊണ്ട് ഈ അഭ്യാസമൊക്കെ കാണിക്കണമെന്ന് തോൽവി സംബന്ധിച്ച് പോയേക്ക് എന്നെ ഓർട്ടിക്കാൻ നോക്കണ്ട, നടക്കുന്ന കാര്യമല്ലെന്നല്ല ലിയാങ് പറയുമ്പോഴേക്കും ജിന്നിന്റെ കോൺഫിഡൻസ് അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവൻ കാറിൽ ചെയ്തിരിക്കുന്നു, തന്റെ കാറിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പവർ ഉണ്ട് എന്നതാണല്ലോ. അതൊന്നും ഈ ലിയാങ്ങിന് അറിയില്ലല്ലോ. ഈ റേസിന്റെ ഓരോ പ്രോഗ്രസും പ്രത്യേകിച്ച് ജിന്നിന്റെ ഓരോ പ്രോഗ്രസും വളരെ കീനായി തന്നെ അവിടെയുള്ള സ്ക്രീനിലൂടെ ലിൻ നോക്കി കാണുന്നുണ്ട്. തന്നെ പോലും തോൽപ്പിച്ച ജിന്നിനെ എങ്ങനെ തോൽപ്പിക്കാം, ഇനി അവനുമായിട്ട് ഒരു റേസ് വെച്ച് അവനെ തോൽപ്പിച്ചെടുക്കണം എന്നതൊക്കെയാണല്ലോ ലിന്നിന്റെ ചിന്തകൾ. എന്തായാലും ഒരു ടേൺ എത്തുമ്പോൾ ലിയാങ്ങിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്യാനായി ജിൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ലിയാങ് അതിനൊരു അവസരം കൊടുക്കാതെ ഡിഫൻസ് മോഡിൽ തന്നെ ജിന്നിനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. കമന്ററി പറയുന്ന ആളും ഇങ്ങനെ ഡിഫൻസ് മോഡില് ലിയാങ് ജിന്നിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്ന ജിൻ എങ്ങനെ മുന്നോട്ട് എത്തുന്നൊക്കെ ഒരു സസ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിന്നു ആ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും അടുത്തൊരു ടേൺ എത്താറാവുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന ജിൻ വേഗം തന്നെ അവന്റെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് ലിയാങ് നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇത് കാണുന്ന ലിൻ വളരെ ആകാംക്ഷയിലാവുന്നു. കാരണം ലിൻ അവന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് അന്ന് ആ റേസിന്റെ ഇടയിൽ ജിന്നിന്റെ വണ്ടി പോയത് കണ്ടപ്പോ ഹെഡ് ലൈറ്റ് അതിനുണ്ടായിരുന്നില്ല.
ഇപ്പോഴും അതേ കണക്കൊരു സാഹചര്യം വരുമ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാവാതെ ഹെഡ്ലൈറ്റ് ഇല്ലാതെ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നൊക്കെ അവൻ ഇങ്ങനെ വണ്ടറായി നോക്കുമ്പോഴാണ് ആ ഒരു ടേൺ എത്തുമ്പോൾ ലിയാങ് ടേൺ എടുക്കാനായി ഒരുങ്ങുന്ന ആ ഒരു ടൈം പെട്ടെന്ന് തന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ജിൻ ഓൺ ആക്കുമ്പോൾ ആ വെട്ട് പഠിച്ച് പെട്ടെന്ന് ലിയാങ്ങിന് അവന്റെ വണ്ടി ഒന്ന് സ്ലോ ആക്കേണ്ടി വരുന്നുണ്ട്. ഈ ടൈം വേഗം തന്നെ ജിൻ ലിയാങ്ങിന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതായിരുന്നു അവിടെ ജിന്നിന്റെ തന്ത്രം എന്ന് ലിൻ മനസ്സിലാക്കുന്നു. ഇതേ തന്ത്രം തന്നെയാണ് അന്ന് ലിന്നിന്റെ അടുത്തും ജിൻ ഉപയോഗിച്ചത്. അങ്ങനെ കാറിന്റെ സ്പീഡ് വളരെയധികം കൂട്ടി ജിൻ മുന്നോട്ട് പോകുമ്പോൾ ലിയാങ് ഹെഡ്ഫോൺ വഴി സംസാരിക്കുന്നുണ്ട്. എന്തായാലും നീയെ ജയിക്കത്തുള്ളൂ, പിന്നെ എന്തിനാണ് ഇത്രയും സ്പീഡിൽ പോകുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ ജിന്നിനും ചിരി വരുന്നുണ്ട്. എന്തായാലും ജിൻ അപ്പോഴേക്കും സ്പീഡ് കുറച്ച് വളരെ സ്മൂത്ത് ആയി ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ടീം ഓൾറെഡി എനിക്ക് അറിയായിരുന്നു, ഇവനെ ജയിക്കുള്ളൂ എന്ന് അറിയായിരുന്നു എന്ന മട്ടിലാണ് ജിന്നിന്റെ ഇപ്പോഴത്തെ വിജയം കണ്ട് അവിടെ ലിൻ നിൽക്കുന്നത്. അങ്ങനെ റേസിൽ ജയിച്ച ജിൻ പിന്നീട് ലിന്നിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ക്ഷീണിച്ചു വന്ന ജിന്നിന് ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്ന ലിൻ ഇന്ന് രാത്രിയാണ് നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്, എന്താ മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ റേസ് ഇന്നാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിരുന്നു. ഫ്രൈഡ് റൈസ് തരുന്ന കാര്യമല്ലേ, ഞാനത് പറയുന്ന സമയത്ത് റേസിന്റെ കാര്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഓർത്തില്ലായിരുന്നു എന്ന് ജിന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു സ്ഥലം ഫിക്സ് ചെയ്യാം, അവിടെ നിന്റെ ഈ ഒരു വിജയം കൂടി നമുക്ക് ആഘോഷിക്കാം എന്ന് ലിൻ പറയുമ്പോഴേക്കും ജിന്നിന് മൂവിന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. തുടർന്ന് ആ മെസ്സേജ് കാണുന്ന അവൻ എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അല്ല നീ എങ്ങനെ വണ്ടിയുടെ കൂളിംഗ് ഒക്കെ മാനേജ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഇമ്പോർട്ടന്റ് പാർട്സ് ഒന്നും വെക്കാതെ എങ്ങനെ അത് മാനേജ് ചെയ്തു എന്ന് ലിൻ ചോദിക്കുമ്പോൾ ഞാനതിന്റെ AC വെന്റ് വേണ്ടെന്ന് വെച്ച് കൂളിംഗ് സിസ്റ്റം ഒന്ന് എക്സ്പാൻഡ് ചെയ്തു എന്ന് അവൻ പറയുമ്പോൾ അതിപ്പോ ഭയങ്കര സംഭവമല്ലോ, ആ ഒരു ടെക്നിക്ക് നീ എവിടുന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരു കള്ളൂടിയൻ എനിക്ക് പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞു ചിൻ അവിടെ നിന്ന് പോകുമ്പോൾ ലിന്നും ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ അവിടെ ആ കള്ളൂടിയൻ അച്ഛനെ അവൻ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ മൂ സ്കൂളിൽ പോകാൻ ഇറങ്ങി വരുമ്പോഴേക്കും താഴെ ജിൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവളാകട്ടെ അവനെ കുറച്ചു ദിവസമായിട്ട് കാണാത്തതിന്റെ കംപ്ലൈന്റ് പറയുമ്പോഴേക്കും മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചോണ്ട് നിൽക്കാണ്. ഓടി നടന്ന് കഷ്ടപ്പെട്ട് കാശ് സമ്പാദിക്കുകയാണെന്ന് തോന്നല്ലോ, എന്താ കല്യാണത്തിന് വേണ്ടിയാണോ ഇങ്ങനെ കാശ് കൂട്ടുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ നിനക്ക് അറിയാവുന്ന നല്ല പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താനേ അവൻ പറയുമ്പോൾ എന്റെ ക്ലാസ്സിൽ കുറെ പെൺകുട്ടികളുണ്ടെന്ന് അവൾ പറയുന്ന ടീം. പക്ഷേ എനിക്കതിനൊന്നും സമയമില്ല എന്ന് പറയുന്നവൻ നിന്റെ മെസ്സേജ് ഇന്നലെ കണ്ടപാടെ ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് അറിയോ ഇന്ന് രാവിലെങ്കിലും ഇവിടെ എത്തിയത്. ക്വിങ്ഷി സിറ്റിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് ഈ മാൻഷിയിലേക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നീ എന്നോട് മുഖം വീർപ്പിച്ച് കാണിക്കാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല എനിക്കൊരു ദേഷ്യമില്ല എന്ന് അവൾ പറയുമ്പോൾ ഫോണിൽ അവളുടെ മുഖം ഇങ്ങനെ കാണിക്കുന്നവൻ നോക്കിയിട്ട് പറ ഇനി ഇവിടെ സംസാരിച്ചോണ്ട് നിന്നാ നമ്മൾ ലേറ്റ് ആവും, നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ടാ ഞാൻ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവളുടെ ക്ലാസ്സിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ടീം അപ്പോഴും അവളുടെ മുഖത്ത് ഒരു തെളിച്ചില്ലെന്ന് കാണുന്ന അവൻ നീ അകത്ത് കയറി പോകുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, നീ തിരിച്ചു വരുമ്പോ പിക്ക് ചെയ്യാൻ ഇവിടെ നിൽക്കാം, കൂട്ടിക്കൊണ്ട് നേരെ ഗറാസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നിനക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായി തരാം, ഇനിയെങ്കിലും ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ഒന്ന് ചിരിച്ച് സന്തോഷത്തിൽ പോയിട്ട് വന്ന് പറഞ്ഞു അവളുടെ തലയിലൊക്കെ അവൻ തലോടുമ്പോ അവളും ഹാപ്പിയായി അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞ് ഷോപ്പിങ്ങിനായി മൂ ജിന്നിന്റെ കൂടെ പോകുന്നുണ്ട്. അവൾക്ക് കുക്ക് ചെയ്യണമെന്ന് അവൾ പറയുമ്പോൾ അല്ല എന്താ പെട്ടെന്ന് നിനക്ക് കുക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനൊരു സ്ക്വിറൽ ഷേപ്ഡ് മാൻറ്റേറിയൻ ഫിഷ് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കാം, സാൻലി അതിനെപ്പറ്റി ഓൺലൈനിൽ കാണിച്ചിട്ട് അത് കഴിച്ച നല്ല രുചിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് കുക്ക് ചെയ്ത് കഴിക്കാൻ ഒരു ആഗ്രഹം, പിന്നെ എപ്പോഴും നിങ്ങളൊക്കെ അല്ലേ എനിക്ക് കുക്ക് ചെയ്ത് തരുന്നത്, ഞാനും ഒരെണ്ണം കുക്ക് ചെയ്ത് തരാന്ന് അവൾ പറഞ്ഞങ്ങനെ മീൻ കടയിലേക്ക് അവനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ അവൾക്ക് ഏത് മീനാണ് അവൾക്ക് വാങ്ങേണ്ടതെന്ന് അറിയില്ല. അത് കേൾക്കുന്ന അവൻ ഈ ഡിഷിനെ പറ്റി എല്ലാം പഠിച്ചു വെച്ചു, ഈ ഡിഷാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലുറപ്പിച്ചിട്ട് അതിന് ഏത് മീനാ വേണ്ടെന്ന് അറിയാതെ നീ എങ്ങനെ കുക്ക് ചെയ്യുമെന്ന് അന്തം വിടുന്നുണ്ട് അവളുടെ ചോദ്യം കേട്ട്. അങ്ങനെ ജിന്ന മീൻ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് മേടിക്കാനായി മൂ നോക്കുമ്പോൾ കുറച്ച് നേരം എടുക്കുമെന്ന് മനസ്സിലാക്കുന്ന ജിൻ കട്ട് ചെയ്യണമെങ്കിൽ തന്നേക്കുന്ന അവളോട് പറയുമ്പോഴാണ് അവിടെ ഒരാളെ അവൾ ശ്രദ്ധിക്കുന്നത്. അയാൾ ജിന്നിനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് ഇയാളെ മുന്നേ കണ്ട ഒരു പരിചയം തോന്നുന്നുണ്ട്, എപ്പോഴും അവന്റെ ഗ്യാരേജിലേക്ക് വന്ന്. അതുകൊണ്ട് തന്നെ ജിന്നിനെ അയാൾക്ക് കാട്ടി കൊടുത്തിട്ട് അയാൾ അറിയാവോ അയാളെ ഗ്യാരേജ് വെച്ച് എപ്പോഴോ കണ്ട കണക്ക് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗ്യാരേജിൽ അങ്ങനെ എത്രയോ പേര് വരും, എനിക്ക് എല്ലാവരെയും മുഖം ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നവൻ ഞാനിപ്പോ ഒരു ഫോൺ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് മാറിപ്പോയി. അയാളെ ഫോൺ വിളിച്ച് എന്തോ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് ഇപ്പൊ അറിയില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് അവളാകട്ടെ കുക്ക് ചെയ്യാണ്. കുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിനെ, കുക്ക് ചെയ്യാൻ അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ പോയാല് ഈ ഗാരേജിന് തീ പിടിക്കുന്നു തോന്നുന്ന ജിൻ ഞാനിത് ചെയ്യാന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ കഴിക്കാനായി വാങ്ങിച്ചോണ്ട് വന്ന സ്ട്രോബെറീസും കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിക്ക് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് അത്ര ഇഷ്ടമാണ് സ്ട്രോബെറി എങ്കിലും അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൾക്ക് വേണ്ടി 2 ബോക്സ് സ്ട്രോബെറി അവൻ മേടിച്ചിരുന്നു. അങ്ങനെ അവളത് കഴിക്കുന്നതിന്റെ ഇടയിൽ അവനാണ് 95% കുക്ക് ചെയ്യുന്നത്. അവൾ ചുമ്മാ അവിടെ സൂപ്പർവൈസർ കളിച്ചു നിന്ന് ലാസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ കാണിച്ച് ഏതാണ്ട് അവളാണത് കുക്ക് ചെയ്തത് എന്ന രീതിക്ക് ഡിഷ് കൊണ്ട് വെക്കുമ്പോൾ അവരെല്ലാം അന്തം വിട്ടു പോകുന്നുണ്ട്. നീയാണോ ഇത് കുക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ആദ്യം പറയാൻ ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും അതെ ഇവളാ കുക്ക് ചെയ്തതെന്ന് ജിൻ പറയുമ്പോൾ ഞാനാ കുക്ക് ചെയ്തതെന്ന് അവളും പൊങ്ങച്ചടിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, ഇതിന്റെ ആ സോസ് ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് സാൻലി ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ പറയാനൊന്നും അറിയില്ലല്ലോ, അവൾ ചുമ്മാ വായി വന്ന എന്തൊക്കെയോ പറയുമ്പോൾ അത് കേൾക്കുന്ന ജിൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവൾ പറയുന്ന കാര്യങ്ങളൊന്നും താൻ അതിൽ ആഡ് ചെയ്തില്ല, ഇതല്ല കറക്റ്റ് റെസിപ്പി എങ്കിൽ പോലും ഇപ്പൊ താൻ ഇവരുടെ മുന്നിൽ വെച്ച് അവളെ തിരുത്തിയാല് അവൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കിട്ടില്ലല്ലോ, കുക്ക് ചെയ്തത് താനാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ എന്ന രീതിക്ക് അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ
എന്താ ഞാൻ വല്ല തെറ്റും പറഞ്ഞോന്ന് അവൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അവനൊപ്പം ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അവൾ അവിടെ നല്ല ആള് കളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ കുറച്ചു നേരം ഊഞ്ഞാലാടി എന്തോ ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജിൻ അവിടേക്ക് അവൾക്കുള്ള ജ്യൂസും അവനുള്ള കോഫിയായി എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ ഓക്കെ മേഡം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ആ കോഫി എനിക്ക് തരാമോ, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോൾ കോഫി പിള്ളേർ കുടിക്കാനുള്ളതല്ല, ഇത് നല്ല സ്ട്രോങ് കോഫിയാണെന്ന് അവൻ പറയുമ്പോഴേക്കും അവന് കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് ഫെങ്സിയാണ്. അങ്ങനെ അവൻ മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അവിടെ വെച്ചിരുന്ന കോഫി അവൾ സിപ്പ് ചെയ്യുന്നുണ്ട്. കയ്പാണല്ലോ എന്ന് ഓർത്ത് അവളത് തിരിച്ചു വെച്ച് ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഫെങ്സി ആട്ടെ നീ റേസി ജയിച്ചല്ലേടാ, അതിന്റെ ചെലവുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ് ജിന്നിനോട് സംസാരിക്കുന്നത്. അങ്ങനെ ജിൻ ആ ഒരു കോൾ കട്ട് ചെയ്ത ശേഷം അവൻ തിരിയുമ്പോഴേക്കും അവൾ തന്റെ കോഫി സിപ്പ് ചെയ്തത് മനസ്സിലാക്കുന്ന അവൻ എന്താ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ കോഫി കൊച്ചു പിള്ളേർക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അവൾ ജ്യൂസ് തന്നെ കുടിക്കുമ്പോൾ അവൻ വീണ്ടും ആ കോഫി എടുത്ത് കുടിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ജിന്നിന്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനായി ഒരു കുഞ്ഞു പാർട്ടി അറേഞ്ച് ചെയ്യുന്നതാണ് കാണുന്നത്. അവിടെ നാനേ ഉണ്ട് കേട്ടോ. ഈ ടീം ഫെങ്സിയെ അവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല, അവന് ഒരു റിലേഷൻഷിപ്പും സ്റ്റേബിൾ ആയിട്ടില്ല, ഉള്ള ഗേൾ ഫ്രണ്ട്സ് 3 മാസത്തിൽ കൂടുതൽ അവനോട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് സാൻലി കളിയാക്കുമ്പോൾ നീ കൂടുതൽ കളിയാക്കണ്ട, നീ ജന്മനാ സിംഗിൾ അല്ലേന്ന് പറഞ്ഞ് ഫെങ്സി സാൻലിയെ കളിയാക്കുമ്പോഴാണ് സാൻലിക്ക് അപ്പോൾ ഇതുവരെ ഗേൾ ഫ്രണ്ടേ ഇല്ലേന്ന് മൂ ചോദിക്കുന്നത്. അവൻ കുറച്ചു നാള് ഞാനേ ഡേറ്റ് ചെയ്തിരുന്നു അതേ ഉള്ളൂന്നെല്ലാം ആരോ കളിയാക്കി പറയുമ്പോൾ ഞാനേ ഡേറ്റ് ചെയ്തോന്ന് ഞാനേ ഭയങ്കര അത്ഭുതത്തില് മൂ നോക്കുമ്പോ അങ്ങനൊന്നുമില്ല, ഞങ്ങൾ കുറച്ചു നാൾ നെയ്ബേഴ്സ് ആയിരുന്നു. അതിന്റെ ഇടയിൽ ഇവന്റെ അച്ഛൻ എന്റെ ആന്റിയുടെ പുറകിനായിരുന്നു എന്ന് അവൾ പറയുമ്പോ ആരാ ലിന്നിന്റെ അമ്മയുടെ പുറകിനായിരുന്നു എന്ന് മൂ ചോദിക്കുമ്പോൾ അതല്ല എന്റെ വേറൊരു ആന്റിയുടെ പുറകിന്. ഇവന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയ ശേഷം ഇവൻ പിന്നെ അമ്മയുടെ കൂടെ ഇവിടുന്ന് പോയിരുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ഡേറ്റും ഇല്ലായിരുന്നു, പരിചയക്കാരായിരുന്നു, നെയ്ബേഴ്സ് ആയിരുന്നു കുറച്ചു നാൾ, അത്രേ ഉള്ളൂ എന്നല്ല ഞാനാ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിൻ അവിടേക്ക് ഡ്രിങ്ക്സ് ആയി വരുന്നത്. ഇത്രേ ഉള്ളോ, ഇതൊക്കെ എന്തിനു തികയാനാണെന്ന് ഫെങ്സി ചോദിക്കുമ്പോൾ നീ ഇതിന്റെ കുറച്ചെങ്കിലും ആദ്യം മര്യാദയ്ക്ക് കൂടി എന്നിട്ട് പറയാതെ ഫെങ്സിയെ ജിന്നും കളിയാക്കുന്നു. അപ്പോഴേക്കും ഫെങ്സി ഒരു കുപ്പി എടുത്ത് മൂന്ന് കൊടുക്കുമ്പോൾ അവൾക്കത് വാങ്ങാൻ ജിന്നടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു പേടിയുണ്ടെങ്കിലും പ്ലീസ് കുറച്ച് കുടിച്ചോട്ടേന്ന് ചോദിച്ച് അവൾ ഇങ്ങനെ ചിടുങ്ങുമ്പോഴേക്കും കുറച്ച് മാത്രം അവൻ പറയുമ്പോൾ അവളും ഹാപ്പി. അങ്ങനെ പാർട്ടി നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ജിൻ മൂവിനെയും മൂ ജിന്നിനെയും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവനൊരു ഫോൺ കോൾ വന്നവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ ആ ഗ്യാപ്പിന് കുറച്ച് കൂടുതൽ ഡ്രിങ്ക്സ് അടിക്കുന്നു. കാരണം അവൻ ഫോൺ വന്ന് എഴുന്നേറ്റ് പോയിട്ട് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ തിരിച്ചു വന്നിട്ടില്ല. ആ സങ്കടത്തിൽ നന്നായി ഡ്രിങ്ക്സ് അടിച്ച് അവൾ പതിയെ എഴുന്നേറ്റ് അവൻ എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ അടുത്തേക്ക് വരുന്ന കാണുന്നവൻ ശരി പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് അവളോട് നന്നായിട്ട് ഡ്രിങ്ക്സ് അടിച്ചെന്ന് തോന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും അവൾ അത്ര ഒന്നും കുടിച്ചില്ല, കുറച്ചേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് എത്തി അവനെ ഒന്ന് നോക്കുകയും അതിനുശേഷം എന്താലോചിച്ചിട്ടാണോ എന്തോ ടിപ്ടോസിൽ നിന്നവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചെന്ന് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.